അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിൽ ധാരാളം നോമ്പുകളുണ്ട്. ഫർള് നോമ്പിൻ്റെ പുറമെ സുന്നത്ത് നോമ്പുകളുമുണ്ട്. ആ സുന്നത്ത് നോമ്പുകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു നോമ്പാണ് പരിശുദ്ധമായ അറഫ നോമ്പ്. ദുൽഹിജ്ജ മാസം 9 അറഫ ദിവസത്തിലാണ്, അതായത് ബലിപെരുന്നാളിൻ്റെ തലേന്ന് അറഫ ദിവസത്തിലാണ് ഈ നോമ്പ് നോക്കൽ സുന്നത്ത്. എന്നാൽ ഹാജിമാർക്ക് ഈ നോമ്പ് സുന്നത്തില്ല. പരിശുദ്ധ മക്കയിൽ അറഫ ദിവസം ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന അതേ ദിവസം തന്നെയാണ് മറ്റേത് രാജ്യക്കാരും അറഫ നോമ്പ് നോക്കേണ്ടത് എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടതിന് ശേഷം അറഫ ദിവസം, അതായത് ദുൽഹിജ്ജ 9 ഏത് ദിവസമാണ് വരുന്നത് അന്ന് തന്നെയാണ് അറഫ നോമ്പ് നോൽക്കേണ്ടതും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അറഫ നോമ്പിൻ്റെ ശരിയായ നിയ്യത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അറഫ നോമ്പിനെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അറഫ നോമ്പ് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെയും അതുപോലെ വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങളെ പൊറുപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇഖ്ലാസോടുകൂടി പാപങ്ങളിൽ നിന്നും മുക്തമായി പ്രതിഫലത്തെ ആഗ്രഹിച്ചു കൊണ്ടുവേണം ഈ നോമ്പ് നോക്കാൻ. കൂടുതൽ നീട്ടി പറയാതെ അറഫ നോമ്പിൻ്റെ നിയ്യത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. നവൈതു സൗമഗദിൻ അൻ അദാഇ സുന്നത്തി യൗമി അറഫ ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഇതാണ് അറഫ നോമ്പിൻ്റെ നിയ്യത്ത്. അതായത് ഈ വർഷത്തെ അദാ ആയ സുന്നത്തായ അറഫ ദിവസത്തിലെ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നിയ്യത്ത് പറയൽ സുന്നത്ത് മാത്രമാണ്, മനസ്സിൽ കരുതലാണ് നിർബന്ധം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫർള് നോമ്പുകൾക്ക് രാത്രിയിൽ തന്നെ, അതായത് സുബ്ഹിൻ്റെ മുമ്പ് തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമായ കാര്യമാണ്. എന്നാൽ അറഫ നോമ്പ് സുന്നത്തായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പായിട്ട്, നോമ്പിൻ്റെ ദിവസം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയ്യത്ത് ചെയ്താലും മതിയാകുന്നതാണ്. ഈ വിഷയം പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, റമദാൻ മാസത്തിൽ ഖലാ ആയ നോമ്പിനെ കൂടി സുന്നത്ത് നോമ്പിൻ്റെ കൂടെ കരുതാവുന്നതാണ്. അതായത് ഉദാഹരണത്തിന് ഇന്നത്തെ അറഫ ദിവസത്തെ നോമ്പിൻ്റെ കൂടെ നമ്മൾ റമദാൻ മാസം ഖലാ ആയ നോമ്പിനെ കൂടി കരുതുകയാണെങ്കിൽ റമദാൻ മാസത്തെ ഖലാ ആയ നോമ്പും അതുപോലെ തന്നെ അന്നത്തെ സുന്നത്തായ നോമ്പ് കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിയ്യത്ത് ചെയ്യുന്ന ആളുകൾ, അതായത് സുന്നത്തായ നോമ്പിൻ്റെ കൂടെ ഖലാ ആയ റമദാൻ മാസത്തിലുള്ള നോമ്പിനെ കൂടി കരുതുന്ന ആളുകളാണെങ്കിൽ അവർ തീർച്ചയായും രാത്രിയിൽ തന്നെ, അതായത് സുബ്ഹിൻ്റെ മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്തിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അറഫ ദിവസത്തെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതല്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അറഫ ദിവസത്തെ വിലയേറിയ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പരിശുദ്ധ മക്ക മദീന ഉൾപ്പെടെയുള്ള ധാരാളം ഇസ്ലാമിക ചരിത്ര വീഡിയോസുകൾ, അതിൻ്റെ ചരിത്രമടക്കം നമ്മുടെ ചാനലിൽ ഷോർട്സായും അതുപോലെ തന്നെ ലോങ് വീഡിയോസുമായിട്ടും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാണണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇത്തരം നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.